2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ തിരിമറി നടന്നുവെന്ന് വെളിപ്പെടുത്തൽ. അമേരിക്കൻ ഹാക്കറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടാതെ ബിജെപി അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അട്ടിമറി നടന്നിട്ടുണ്ടെന്നും അട്ടിമറി വെളിപ്പെടുത്താൻ ഇരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ബിജെപി നേതാവ് ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടതെന്നും ഹാക്കർ ലണ്ടനിൽ വെളിപ്പെടുത്തി. അതേസമയം ഹാക്കർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. രശ്മി, ഇന്ത്യ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹാക്കറുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷനും അതുപോലെ തന്നെ അമേരിക്കൻ സൈബർ വിഭാഗവും ചേർന്ന് ഇന്ന് ലണ്ടനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ ഹാക്കർ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് 2014 ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീൻ അട്ടിമറിക്കപ്പെട്ടു. അതുവഴിയാണ് BJP അധികാരത്തിലെത്തിയത് എന്നാണ് ഇപ്പോൾ ഹാക്കറായിട്ടുള്ള സയ്യൂദ് ഷുജ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം വെളിപ്പെടുത്തിയ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു വിവരം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയിരുന്നു എന്ന വിഷയം അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള VS സമ്പത്തിന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ BJP നേതാവായിട്ടുള്ള ഗോപിനാഥ് മുണ്ടെയ്ക്കും ഇക്കാര്യം അറിയാമായിരുന്നു. ഈ BJP നേതാവ് ഗോപിനാഥ് മുണ്ടെ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അട്ടിമറി നടന്ന വിവരം വെളിപ്പെടുത്താനിരുന്ന സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന ഒരു ആരോപണം കൂടി ഇപ്പോൾ ഹാക്കർ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹാക്കർ വെളിപ്പെടുത്തിയ മറ്റു കാര്യങ്ങൾ 2014 BJP അധികാരത്തിലെത്തിയ ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായും ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ 2014 സമാനമായി തന്നെ വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് BJP അധികാരത്തിലേക്ക് എത്തിയത് എന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഹാക്കർ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോപിനാഥ് മുണ്ടെയുടെ മരണത്തെക്കുറിച്ചുള്ള ആരോപണത്തിനോടൊപ്പം തന്നെ ഗൗരി ലങ്കേഷിന്റെ മരണവും ഹാക്കർ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് ഗൗരി ലങ്കേഷ് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരാവകാശം തേടിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഗൗരി ലങ്കേഷ് മരണപ്പെട്ടതെന്നും ഹാക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഹാക്കർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നിപ്പോൾ വ്യക്തമാക്കിയത് ഈ വോട്ടിംഗ് മെഷീൻ തിരിമറി നടത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. രശ്മി, വിഷ്ണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അയ്യപ്പ ഭക്ത സംഗമം സവർണ കൂട്ടായ്മ എന്ന വെള്ളാപ്പള്ളി നടേശൻ ക്ഷണിച്ചിട്ടും പങ്കെടുക്കാതിരുന്നത് മഹാഭാഗ്യമായി കരുതുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പ്രശാന്തിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന അയ്യപ്പ സംഗമത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ പരിപാടിക്ക് തന്നെ ക്ഷണിച്ചിരുന്നെങ്കിലും അവിടെ പോകാൻ കഴിയാതിരുന്നത് ഭാഗ്യമല്ല, മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് സംബന്ധിച്ച് തുറന്ന് പറഞ്ഞത്. അമൃതാനന്ദമയുടെ ഒരു ആത്മീയ പ്രഭാഷണം അവിടെ ഉണ്ടാകും എന്നായിരുന്നു അറിയിച്ചിരുന്നത് എങ്കിൽ തന്നെയും അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു സവർണ വിഭാഗത്തിന്റെ ഒരു സംഘവുമായി അത് മാറുകയും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട യാതൊരു പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറഞ്ഞു. മാത്രവുമല്ല, ഈ ആത്മീയ പ്രഭാഷണത്തിന്റെ മറവിൽ അല്ലെങ്കിൽ ആത്മീയതയുടെ മറവിൽ BJPയുടെ ചെറിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘവുമായി അത് മാറി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ യഥാർത്ഥത്തിൽ സർക്കാർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷേ അതിന്റെ ശരിയായ വസ്തുത ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നതിൽ സർക്കാരിന് ചെറിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര് ഭരണത്തിലിരുന്നാലും കോടതി വിധി നടപ്പാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏതൊരു സർക്കാരിനും ചെയ്യാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇത്തരമൊരു കാര്യം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാരിന് ചെറിയ രീതിയിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ വീഴ്ചയെ മറുപക്ഷം നന്നായി മുതലെടുക്കുകയും അത് രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം രാഷ്ട്രീയമായി ശബരിമല വിഷയത്തെ ഉപയോഗപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിട്ടുണ്ട്. ഭക്തിയല്ല, രാഷ്ട്രീയം തന്നെയാണ് തങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് BJP അധ്യക്ഷൻ ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ശബരിമല വിഷയത്തിൽ ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് വെച്ച് പോകുമ്പോൾ അത് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കാര്യത്തിൽ അല്ലെങ്കിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നത്. പക്ഷേ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ
അവർ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള ആരൊക്കെ കൂടെ ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയാമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള പ്രതികരണത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വാർത്തകൾ തുടരുന്നു. മുനമ്പം മനുഷ്യക്കടത്തിൽ ദില്ലിയിൽ നിന്ന് ഒരാൾ കൂടി പിടിയിൽ. ദില്ലി അംബേദ്കർ നഗർ സ്വദേശി രവി സനൂപ് രാജയാണ് പിടിയിലായത്. ന്യൂസിലൻഡിലേക്ക് പോകാൻ കേരളത്തിലെത്തി തിരിച്ചു വന്നയാളാണ് രവി. രവിയെ പിടികൂടാൻ ഇന്നലെ രാത്രി മുതൽ പോലീസ് ശ്രമം ആരംഭിച്ചിരുന്നു. ദില്ലി സാകേത് കോടതി പരിസരത്ത് നിന്നാണ് രവിയെ കേരള പോലീസ് സംഘം പിടികൂടിയത്. ശരത്തിന്റെ റിപ്പോർട്ട്. ദില്ലിയിൽ നിന്ന് കേരളത്തിലെത്തി മുനമ്പം വഴി ന്യൂസിലൻഡിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള പോലീസ് ദില്ലിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് രവി സനൂപ് രാജ പോലീസിന്റെ പിടിയിലായത്. ഇയാൾ കേരളത്തിലെത്തുകയും മനുഷ്യക്കടത്ത് ആസൂത്രണം ചെയ്ത മുഖ്യ സൂത്രധാരന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് പോലീസ് സംഘമുള്ളത്. ദില്ലി സാകേത് കോടതി പരിസരത്ത് വെച്ചുകൊണ്ട് ആലുവ എസ് ഐ ആയ സാബു കെയെയും അതുപോലെ തന്നെ മേരിദാസൻ എന്നീ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ രവി സനൂപ് രാജയെ പിടികൂടിയത്. ഇയാൾക്ക് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സൂത്രധാരന്മാരുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിൽ തന്നെയാണ് കേരള പോലീസ് ഉള്ളത്. ദില്ലിയിൽ വെച്ച് ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കേരളത്തിലേക്ക് കൊണ്ടുപോയി. തനിക്ക് ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല എന്നും തന്റെ ബന്ധുക്കളെല്ലാം ഇത്തരത്തിൽ ബോട്ടിൽ ന്യൂസിലൻഡിലേക്ക് പോയി എന്നുമാണ് രവി സനൂപ് രാജ പ്രതികരിച്ചത്. मैं तो भाई बहन सब चले गए। हाँ नहीं अभी तो कुछ पता नहीं सर, पहुँचे नहीं पहुँचे, ये तो कुछ खबर नहीं है. 21ഓളം കേസുകളിൽ പ്രതിയാണ് രവി സനൂപ് രാജ. ഭൂരിഭാഗം കേസുകളും മോഷണവും പിടിച്ചുപറിയും ഉൾപ്പെടുന്നതാണ്. അംബേദ്കർ നഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള മോഷണ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നയാളാണ് രവി സനൂപ് രാജ. ഇയാളെ ഉടൻ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് നേരത്തെ പിടിയിലായ പ്രഭുവിന്റെ കൂടെ ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനായിരിക്കും ഇനി കേരള പോലീസ് തയ്യാറാവുക. ഏതായാലും കേരള പോലീസിന് ദില്ലിയിൽ നിന്ന് പ്രധാനപ്പെട്ട രണ്ടാളുകളെ തന്നെ പിടികൂടാൻ സാധിച്ചത് അന്വേഷണത്തിൽ കൂടുതൽ സഹായകരമാകുമെന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ 19 ആളുകളാണ് ദില്ലിയിലേക്ക് തിരികെ മടങ്ങിയത്, മുനമ്പം വഴി വിദേശത്തേക്ക് പോകാതെ എന്നുള്ളതാണ് കേരള പോലീസിന്റെ നിലവിലുള്ള വിവരം. അതനുസരിച്ചുകൊണ്ട് 19 ആളുകളിൽ 2 പേരെ ഇപ്പോൾ പിടികൂടുകയും ചെയ്തു. അതിനാൽ തന്നെ 2 പേരെ പിടികൂടിയ ഒരു സാഹചര്യത്തിൽ മറ്റുള്ള ആളുകൾ അംബേദ്കർ നഗർ കോളനിയിൽ നിന്നും ദൂരെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, പോലീസിന് പിടി നൽകാതെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുനമ്പം തീരത്ത് നിന്ന് പുറപ്പെട്ട സംഘം ഇന്ന് ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടന്നതായി സൂചന. ബോട്ടിൽ കരുതിയിരുന്ന ഭക്ഷണ വസ്തുക്കളും ഇന്ധന ശേഖരവും തീർന്നതാണ് കാരണം. 230 അംഗ സംഘത്തിന്റെ ലക്ഷ്യം ന്യൂസിലൻഡാണെന്നും പോലീസ് കരുതുന്നു. മനുഷ്യക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളതിനാൽ നയതന്ത്ര ഇടപെടലുകൾക്കുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത 2 പേരെ IB ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട്. സിബിയുടെ റിപ്പോർട്ട്. മുനമ്പം തീരത്ത് നിന്നും ഒരാഴ്ച മുമ്പ് പുറപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 230 അംഗ സംഘം ഇപ്പോൾ ഇന്തോനേഷ്യൻ തീരത്തേക്ക് എത്തിയതായിട്ടാണ് സൂചന. ഇവരുടെ സഞ്ചാരദിശ അനുസരിച്ച് ഇവർ ന്യൂസിലൻഡിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന ഒരു നിഗമനം. നേരത്തെ ഇവർ ഓസീസ് തീരത്തേക്ക് കടക്കുന്നു എന്നായിരുന്നു വാർത്തകൾ പുറത്തുവന്നെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ ന്യൂസിലൻഡിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഇന്തോനേഷ്യൻ തീരത്തേക്ക് ഇവർ കടക്കുന്നത് തന്നെ ഇവരുടെ പക്കലുള്ള ഭക്ഷ്യവസ്തുക്കളും അതോടൊപ്പം തന്നെ ഇന്ധന ശേഖരവും എല്ലാം തന്നെയും തീർന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും പോലീസ് സംശയിക്കുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 11,500ഓളം കിലോമീറ്റർ ദൂരമുണ്ട് ഈ മുനമ്പത്ത് നിന്നും ഈ ന്യൂസിലൻഡിലേക്കുള്ള കടൽ മാർഗമുള്ള കിലോമീറ്റർ ദൂരം. ഇത് കടക്കണമെങ്കിൽ ഏകദേശം 47 ദിവസത്തോളം വേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റയടിക്ക് ഇത്രയും ദൈർഘ്യമേറിയ ഒരു യാത്ര തന്നെ ദുഷ്കരമാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഇന്തോനേഷ്യൻ തീരം വഴി പോകാൻ സാധ്യത അല്ലെങ്കിൽ പോകുന്നതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീകാന്ത് ഏറ്റവും സൂത്രധാരൻ എന്ന് കരുതുന്ന ശ്രീകാന്തിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ നിരവധി രേഖകൾ, നിർണായകമായ രേഖകൾ അല്ലെങ്കിൽ സ്വിസ് ബാങ്കിലെ നിക്ഷേപങ്ങൾ, ചെക്കുകൾ അല്ലെങ്കിൽ നാണയത്തൊട്ടുകൾ അടക്കമുള്ള നിർണായകമായ രേഖകൾ പോലീസ് കണ്ടെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ശ്രീകാന്തിന്റെ കൂട്ടാളിയായ മറ്റൊരു അനിൽ എന്നയാളെ പോലീസ് ഇവിടെ എത്തി തെളിവെടുപ്പ് മറ്റും നടത്താനുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുനമ്പത്ത് വരികയും അവിടെ നിന്നും ബോട്ട് മാർഗം പോകാൻ വരികയും എന്നാൽ പണം തികയാത്തതുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്ത ഡൽഹി സ്വദേശികളെ 2 പേരെ അവിടെ എത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പ്രഭു അടക്കമുള്ള 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ഇന്ന് ആലുവ SP ഓഫീസിലെത്തി IB ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ വിദേശ ഏജൻസികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NIA സമാന്തരമായി അന്വേഷണം നടത്തുമെന്ന ഒരു റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിന് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഒരു നയതന്ത്ര ഇടപെടൽ മൂലം തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ ഒരു പോലീസിന്റെ നീക്കം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന എല്ലാവിധ തെളിവുകളുമാണ്, രേഖകളുമാണ് പോലീസിന് ദിനംപ്രതി ലഭിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ ഇന്തോനേഷ്യൻ തീരത്തേക്ക് എത്തിയെന്നുള്ള ഒരു സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. ശബരിമല യുവതി പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ റിട്ട് ഹർജികൾ സുപ്രീംകോടതി ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷം മാത്രമേ റിട്ട് ഹർജികൾ പരിഗണിക്കുകയുള്ളൂവെന്ന് നവംബർ 13-ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. ആയതിനാൽ തന്നെ ഫെബ്രുവരി 8-ന് മുൻപ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനാണ് സാധ്യത. ഹരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അഖില ഭാരതീയ മലയാളി സംഘ് ചെന്നൈ സ്വദേശിയായിരിക്കുന്ന വിജയകുമാർ, മുംബൈ സ്വദേശിയായിരിക്കുന്ന ശൈലജ വിജയൻ, അതുപോലെ തന്നെ VHPയുടെ നേതാവായിരിക്കുന്ന ജയരാജ് കുമാർ എന്നിവർ നൽകിയ 4 റിട്ട് ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയുള്ളത്. അതെല്ലാം തന്നെ ഫെബ്രുവരി 8-ന് സുപ്രീം കോടതി പരിഗണിച്ചേക്കും എന്നാണ് താൽക്കാലിക പട്ടിക പ്രകാരം വെബ്സൈറ്റിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ലിസ്റ്റ് പ്രകാരം നമുക്ക് ഇതിനെ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഇത് പരിഗണിച്ചേക്കാൻ തന്നെ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് മാത്രമാണ്, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ലിസ്റ്റ് മാത്രമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ 4 റിട്ട് ഹർജികൾക്കൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ നൽകിയ 2 ഹർജികളും ഈ കോടതിയുടെ പരിഗണന എത്തുമെന്നുള്ള വാർത്തകൾ വരുന്നു. അതും ഇന്നിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഉച്ചയോട് കൂടി തന്നെയാണ് ഈ കാര്യം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ 4 റിട്ട് ഹർജികളും ഫെബ്രുവരി 8-ന് പരിഗണിച്ചു എന്നുള്ള കാര്യം ശനിയാഴ്ചയോട് കൂടി തന്നെ ലിസ്റ്റ് ചെയ്തിരുന്നതാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ 4 റിട്ട് ഹർജികൾക്കൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ 2 ഹർജികളും ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും എന്നാണ് ഇപ്പോൾ നമുക്കിതിനെ ചുരുക്കി പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം, നവംബർ 13-ന് ഈ പറഞ്ഞ ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു, നിലവിൽ എല്ലാ റിട്ട് ഹർജികളും പരിഗണിക്കുന്നതിന് മുമ്പേ തന്നെ പുനഃപരിശോധനാ ഹർജികൾ മുഴുവനായും തന്നെ പരിഗണിക്കും എന്ന് വ്യക്തമാക്കുക. അപ്പോൾ അതിന്റെ അടിസ്ഥാനം നോക്കുമ്പോൾ ഫെബ്രുവരി 8-ന് ഈ റിട്ട് ഹർജികൾ പരിഗണിക്കാമെന്നുള്ളത് ഒരു താൽക്കാലിക ലിസ്റ്റ് സുപ്രീം കോടതി ഷെഡ്യൂൾ പ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പാകെ തന്നെ ബാക്കിയുള്ള റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുമെന്നാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ആദ്യ വാരത്തോടു കൂടി, അത് 8-ാം തീയതിക്ക് മുന്നേ തന്നെ ബാക്കിയുള്ള റിവ്യൂ പെറ്റീഷൻ എല്ലാം തന്നെ പരിഗണിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. നിലവിൽ എന്തായാലും തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ 2 ഹർജികൾ ഇവയെല്ലാമാണ്. അതായത് ഒന്ന്, നിലവിൽ തന്നെ ഈ പറയുന്ന ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു, ഹൈക്കോടതി നിയോഗിച്ച ഒരു സമിതിയെ നിയോഗിച്ചു, ഒരു നിരീക്ഷണ സമിതിയെ. ആ നിരീക്ഷണ സമിതിക്കെതിരെ നൽകിയ ഒരു ഹർജിയും അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് എത്രയോ ഹർജികളാണ് ഹൈക്കോടതിയിൽ, ആ ഹർജികളെല്ലാം തന്നെ സുപ്രീം കോടതിയെ പരിഗണനയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ഹർജിയുമാണുള്ളത്. ഇങ്ങനെ 2 ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ പരിഗണനയിൽ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. അതും ഈ പറഞ്ഞ 4 റിട്ട് ഹർജികളും ഒന്നിച്ച് ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കുമെന്നാണ് നിയമവൃത്തങ്ങളിൽ നമുക്ക് സൂചന. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്, ഭരണഘടനാ ബെഞ്ചിലെ അംഗമായിരിക്കുന്ന ഇന്ദു മൽഹോത്ര ഇപ്പോഴും അവധിയിലാണ്. അവർ അവധി എത്ര ദിവസത്തേക്കാണ് നീട്ടിയെന്നുള്ള കാര്യത്തിൽ ഒരു അവസാനമായ ഒരു വാക്ക് വന്നിട്ടില്ല. പക്ഷേ എന്നാൽ നിയമവൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം ഈ പറയുന്ന വ്യക്തി ഇന്ദു മൽഹോത്ര ജനുവരി 27 വരെ അവധിയിലാണെന്ന സൂചന ലഭിക്കുന്നു. ജനുവരി 21 മുതൽ 24 വരെയുള്ള സിറ്റിംഗ് ആയി ബന്ധപ്പെട്ട ഒരു ബെഞ്ചിലും തന്നെ ഇന്ദു മൽഹോത്രയുടെ പേരിൽ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം 24-ാം തീയതി വരെ അവർ എന്തായാലും ഈ പറഞ്ഞ കോടതിയിലേക്ക് എത്തുകയില്ലെന്ന് മനസ്സിലാവുന്നു. പക്ഷേ എന്തായാലും 27 വരെ അവധി നീട്ടി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ഫെബ്രുവരി ആദ്യ വാരമായിരിക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയിലെ പരിഗണനയിലെത്തുക. അതോടൊപ്പം തന്നെ 4 റിട്ട് ഹർജികളും 2 സംസ്ഥാന സർക്കാരിന്റെ ഹർജികളും ഫെബ്രുവരി 8-നും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. തിരികെ വാർത്തകളിലേക്ക്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചെത്തുന്നത് മോദി ഭയക്കുന്നുവെന്ന് NDA മുൻ ഘടകകക്ഷി ശിവസേന. വീണ്ടും ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മോദിയെന്നും മുഖപത്രമായ സാമ്നയിലൂടെ ശിവസേന വിമർശിച്ചു. അതേസമയം പശ്ചിമ ബംഗാളിൽ BJP റാലിക്കെത്തുന്ന അമിത്ഷായുടെ ഹെലികോപ്റ്ററിന് മമതാ ബാനർജി അനുമതി നിഷേധിച്ചുവെന്ന ആരോപണമുണ്ട്. സന്തോഷ് സല്ലിങ്ങിന്റെ റിപ്പോർട്ട്. പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിൽ നാളെ BJP നടത്തുന്ന റാലിയിലെത്താൻ അമിത്ഷായുടെ ഹെലികോപ്റ്ററിന് ലാൻഡിംഗ് അനുമതി നിഷേധിച്ചു എന്ന വിവാദമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. മാൾഡ ജില്ലയിൽ ഒരു ഹെലിപ്പാഡാണുള്ളത്.
പക്ഷെ ആ ഹെലിപാഡ് നവീകരണ പ്രവർത്തനങ്ങളുമായി അടച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് ലാൻഡിങ്ങിന് അനുമതി നൽകാനാകില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ അധികാരികൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ BJP ആരോപിക്കുന്നത് അമിത്ഷയ്ക്കെതിരെ മമതാ ബാനർജി നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണിത്. പശ്ചിമ ബംഗാളിൽ ജനാധിപത്യം തകർന്നിരിക്കുന്നു എന്നാണ് BJP ഇപ്പോൾ വലിയ തോതിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി ഇക്കാര്യത്തോട് പ്രതികരിച്ചിട്ടില്ല. ഇക്കാര്യം ജില്ലാ അധികാരികളുടെ തീരുമാനം എന്നാണ് പറയുന്നത്. നാളെ രാവിലെ കൽക്കത്തയിൽ വിമാനമിറങ്ങി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം മാൾഡയിൽ എത്താനായിരുന്നു അമിത്ഷാ തീരുമാനിച്ചത്. ഇനി റോഡ് മാർഗമേ അദ്ദേഹത്തിന് പോകാനാവുകയുള്ളൂ. അതേസമയം BJPക്കെതിരെ മഹാരാഷ്ട്രയിൽ നിന്നൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത് ശിവസേനയുടെ ഭാഗത്തു നിന്നാണ്. ശിവസേനയുടെ മുഖപത്രമായ സാമ്ന ഇന്ന് പുറത്തിറങ്ങിയത് തന്നെ BJP വിമർശിച്ചുകൊണ്ടാണ്. 22 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി എത്തുമ്പോൾ നരേന്ദ്രമോദി ഭയക്കുകയാണ്. കാരണം വീണ്ടും അധികാരത്തിലെത്തും എന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു BJP. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ജനമാണ് എന്ന കാര്യം പോലും നരേന്ദ്രമോദിയും അമിത്ഷയും മറന്നുപോയെന്നും സാപ്നയിൽ ശിവസേന വിമർശിക്കുന്നു. എം നാഗേശ്വര റാവുവിനെ CBIയുടെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. CBI ഡയറക്ടറെ തീരുമാനിക്കാനുള്ള ഉന്നതതല സമിതിയിൽ അംഗമായതിനാലാണ് ചീഫ് ജസ്റ്റിസ് പിന്മാറിയത്. വിവരങ്ങൾ നൽകുന്നു ഹരീഷ്. CBI ഇടക്കാല ഡയറക്ടറായി നിയമിച്ച എം നാഗേശ്വർ റാവുവിനെ നിയമിച്ച രീതി ശരിയായ നടപടിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കോമൺ കോസ് എന്ന സന്നദ്ധ സംഘടനയാണ് കഴിഞ്ഞ ആഴ്ചയോടുകൂടി സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജി പരിഗണിക്കുന്ന ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറിയിരിക്കുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, ഈ പറയുന്ന ഉന്നതതല സമിതി യോഗത്തിൽ പങ്കെടുക്കേണ്ട വ്യക്തിയാണ് താൻ. അതുകൊണ്ട് തന്നെ താൻ ഈ ഹർജി പരിഗണിക്കുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ തന്നെ സീനിയോറിറ്റി രണ്ടാമതുള്ള ജസ്റ്റിസ് AK സിക്രിയുടെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ജനുവരി 24 തീയതിയാണ് ഉന്നതാധികാര സമിതി യോഗം ചേരുന്നത്. അന്ന് രാവിലെയോട് കൂടി തന്നെ ജസ്റ്റിസ് AK സിക്രിയുടെ ബെഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയും ചെയ്യും. കോമൺ കോസ് എന്ന സന്നദ്ധ സംഘടനയ്ക്ക് വേണ്ടി പ്രശാന്ത് ഭൂഷണാണ് കോടതി ഹാജരായത്. അദ്ദേഹം കഴിഞ്ഞ ബുധനാഴ്ചയോട് കൂടി തന്നെ ചീഫ് ജസ്റ്റിസ് മുമ്പാകെ ഈ വിഷയം മെൻഷൻ ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞു അടിയന്തരമായി ഈ കേസ് വാദം കേൾക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് 32ാമത്തെ കേസായി തന്നെ ഇന്നാണ് കോടതി കേസ് പരിഗണിച്ചത്. അതിൽ തന്നെ ഈ ഹർജിയിൽ പ്രധാനമായി അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, ഉന്നതതല സമിതിയാണ് ഈ പറഞ്ഞ ഒരു CBI ഡയറക്ടറെ നിയോഗിക്കുക അല്ലെങ്കിൽ അവരെ മാറ്റുക എന്നുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ ഉന്നതാധികാര സമിതി യോഗം ചേരാതെ അദ്ദേഹത്തെ ഈ പറയുന്ന എം നാഗേശ്വർ റാവുവിന് സ്ഥാനം നൽകിയത് ശരിയായ നടപടിയല്ല എന്നാണ് ഈ പറയുന്ന കോമൺ കോസിന്റെ പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഈ വിഷയത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. ജനുവരി 24 ഈ പറഞ്ഞ യോഗം ഉന്നതതല സമിതി യോഗം ചേരാൻ വേണ്ടി പോകുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അതോടൊപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിങ്ങനെ രണ്ടുപേരും ഉണ്ടാവാതെ 3-അംഗ സമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ ജനുവരി 24 വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരിക്കും യോഗം ചേരുക എന്നുള്ള വാർത്ത